നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വെനസ്വേല, ഇറാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ അസ്ഥിരതകൾ, ആഭ്യന്തര സംഘർഷങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. റോബർട്ട് മദൂറോ വാഷിംഗ്ടണിലെ കോടതിയിൽ തൻ്റെ കുറ്റങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചു. മദൂറോയുടെ ഭാര്യയും അതേ നിലപാടെടുത്തു. താൻ തന്നെയാണ് ഇപ്പോഴും വെനസ്വേലയിലെ പ്രസിഡന്റ് എന്ന് ധീരതയോടെ ആവർത്തിക്കുന്ന മദൂറോയെ കണ്ടു. ഏതായാലും മാർച്ച് മാസം വരെ മദൂറോ ജയിലിൽ തുടരുമെന്നുള്ളതാണ്. ഇറാനിലാകട്ടെ ആഭ്യന്തര സംഘർഷം രൂക്ഷമാണ്. അമേരിക്ക അവിടെയും ഇടപെടുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ആശങ്കയോടെ നോക്കിക്കാണുന്നത്. ബംഗ്ലാദേശിൽ വീണ്ടും ന്യൂനപക്ഷ ആക്രമണം തുടരുകയാണ്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. നമുക്കാദ്യം തലക്കെട്ടുകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെയും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ഒറ്റയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ലെന്ന് പത്മകുമാർ. ശബരിമലയ്ക്ക് 1.5 കോടി സംഭാവന നൽകിയ താൻ കൊള്ള ചെയ്യില്ലെന്ന് ഗോവർദ്ധൻ. രാഹുൽ മങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയെ അപമാനിച്ചുവെന്ന പരാതിയിൽ രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചിട്ടില്ലെന്ന വാദം. സർക്കാർ നിലപാട് തേടാൻ കോടതി. ബംഗ്ലാദേശിലെ കാളിഗഞ്ചിൽ ഹിന്ദു വിധവയെ ബലാത്സംഗം ചെയ്തു. മരത്തിൽ കെട്ടിയിട്ട് മുടി മുറിച്ചു. ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു. 40-കാരിയെ ആക്രമിച്ചത് 2 പേർ. ജഷോർ ജില്ലയിൽ ഹിന്ദു യുവാവിനെ പൊതുസ്ഥലത്ത് വെടിവെച്ചു കൊന്നു. കുറ്റം ചെയ്തിട്ടില്ലെന്ന് റോബർട്ട് മദൂറോ. താനാണിപ്പോഴും വെനസ്വേലുവൻ പ്രസിഡന്റെന്നും മദൂറോ ന്യൂയോർക്ക് കോടതിയിൽ. ഇനി കേസ് പരിഗണിക്കുക മാർച്ച് 17-ന്. അമേരിക്കയെ വിമർശിച്ച് ഐക്യരാഷ്ട്രസഭ. ഇറാനിൽ ആഭ്യന്തര കലഹം രൂക്ഷം. മരണസംഖ്യ 17ആയി. ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്ക. ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം. നമുക്ക് പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകണം. അത് മറ്റെങ്ങൊന്നുമല്ല, വെനസ്വേല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്കറിയാം വെനസ്വേലയാണ് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം. റോബർട്ട് മദൂറോ എന്ന അവിടുത്തെ പ്രസിഡന്റ്, ഏകാധിപതിയായ പ്രസിഡന്റിനെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി മദൂറോയെയും ഭാര്യയും US അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതൊക്കെ വലിയ ചർച്ച, വലിയ ആശങ്ക ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതെന്തിൻ്റെ പേരിലായാലും ലോക തത്വങ്ങളുടെ ലംഘനമാണ് US ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, UN രക്ഷാസമിതി ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക അറിയിച്ചു. അമേരിക്കയെ പ്രതിഷേധം അറിയിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അമേരിക്ക ഒരു കാരണവശാലും പരിഗണിക്കില്ല എന്ന് വേണം കരുതാൻ. ഇതിനിടെ തനിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും നിക്കോളാസ് മഡൂറോ നിഷേധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താൻ ഇപ്പോഴും വെനസ്വേലയുടെ പ്രസിഡന്റാണ്, അനധികൃതമായി തട്ടിക്കൊണ്ടുവന്നതാണെന്നാണ് വാദം. മഡൂറോയെ മാർച്ച് 17-ന് വീണ്ടും ഹാജരാക്കാൻ കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഇന്നലെ ചേർന്ന UN സെക്യൂരിറ്റി കൗൺസിൽ US നടപടിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി. അതേസമയം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് നൽകുന്ന അതേ പരിഗണന ഒരു മയക്കുമരുന്ന് കടത്തുകാരൻ നൽകുന്ന UN എന്തുതരം സംഘടനയാണെന്ന് US പ്രതിനിധി തിരിച്ചടിച്ചു. Colleagues, Maduro is not just an indicted drug trafficker. He was an illegitimate so-called president. He was not a head of state. For years, Maduro and his cronies have manipulated Venezuela's electoral system to maintain their illegitimate grip on power. If the UN and the United Nations in this body confers legitimacy on an illegitimate narco-terrorist and the same treatment in this charter of a democratically elected president or head of state, what kind of organization is this? ഐക്യരാഷ്ട്രസഭയിലാണ് ഈ അമേരിക്കയുടെ പ്രസ്താവന ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. US പ്രതിനിധിയുടെ സംഭാഷണമാണ് നമ്മൾ കേട്ടത്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇതിപ്പോൾ മദൂറോ പറയുന്നത് താൻ തന്നെയാണ് ഇപ്പോഴും വെനസ്വേലയുടെ പ്രസിഡന്റ്. പക്ഷേ അവിടെ പുതിയൊരു പ്രസിഡന്റ്, ആക്ടിംഗ് പ്രസിഡന്റ് ചാർജ് എടുത്തു കഴിഞ്ഞു. മദൂറോയുടെ വിശ്വസ്തയാണ്. പക്ഷെ അപ്പോഴും തനിക്കെതിരെയുള്ള കുറ്റങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുന്ന പശ്ചാത്തലമുണ്ട്. മാർച്ച് മാസം വരെ 3 മാസം കൂടിയെങ്കിലും ജയിലിൽ കിടക്കണം. അതിനുശേഷമായിരിക്കും വിചാരണ നടപടികൾ ആരംഭിക്കുക എന്നുള്ളതാണ്. അമേരിക്ക ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല ഇക്കാര്യത്തിൽ.
അതെ, തീർച്ചയായിട്ടും രഞ്ജിത്ത്. ഇപ്പോൾ നിക്കോളാസ് മെഡുറോയെ പാർപ്പിച്ചിട്ടുള്ള ഈ ജയിൽ തന്നെ പലതരത്തിലുള്ള കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു ജയിലാണ്. ബ്രുക്ലിനിലുള്ള ജയിലിലാണ് പാർപ്പിച്ചിട്ടുള്ളത്. നിരവധി മയക്കുമരുന്ന് കടത്തുകാരും അതുപോലെ തന്നെ ഒരുപാട് കുറ്റവാളികൾ അടക്കം പാർക്കുന്ന ജയിലാണ്. ഇവിടെ വെച്ച് തന്നെ നിരവധി കുറ്റകൃത്യങ്ങൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിരവധി പ്രതിഷേധങ്ങൾ അതുപോലെ തന്നെ കയ്യേറ്റ ശ്രമങ്ങൾ എല്ലാം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഇന്നലെ പുലർച്ചെയോടെയാണ് ഈ മഡുറോയെ ഈ മാൻഹാട്ടൻ കോടതിയിൽ ഹാജരാക്കാനായി എത്തിയത്. ഈ കോടതി നടപടികൾ ആരംഭിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ, അതായത് നേരം പുലരുന്നതിന് മുൻപ് തന്നെ നിക്കോളാസ് മഡുറോയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കോടതിയിലേക്ക് എത്തിച്ചിരുന്നു. ഒരു നീല വസ്ത്രങ്ങൾ ധരിച്ച് കൈവിലങ്ങും ധരിപ്പിച്ചാണ് ഇരുവരെയും കോടതിയിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ഇന്ത്യൻ സമയം 10:30 രാത്രി 10:30 കോടതി നടപടികൾ ആരംഭിച്ചത്. US ഡിസ്ട്രിക്ട് ജഡ്ജായിട്ടുള്ള ആൽവിൻ കെ ഹെല്ലാർസ്റ്റെയിന് മുന്നിലാണ് ഇരുവരെ ഹാജരാക്കിയിരുന്നത്. കോടതി നടപടികൾ അതുപോലെ തന്നെ അവിടെയുള്ള വാദങ്ങൾ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി നിക്കോളാസിനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും 2 ഹെഡ്സെറ്റുകൾ നൽകിയിരുന്നു. തുടർന്ന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വഴിയാണ് ഇരുവരും വാദങ്ങൾ ഉൾപ്പെടെ കേട്ടത്. മഡുറോ തനിക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങളെല്ലാം പൂർണ്ണമായി തള്ളിക്കളയുകയായിരുന്നു. 25 പേജുള്ള കുറ്റപത്രമാണ് US കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത്. ഇതിൽ തന്നെ മയക്കുമരുന്ന് കടത്തൽ, അതുപോലെ തന്നെ നിയമവിരുദ്ധമായി ആയുധങ്ങൾ കൈവശം വയ്ക്കൽ തുടങ്ങി നിരവധി കുറ്റങ്ങൾ അദ്ദേഹത്തിന് മേൽ ചാർത്തിയിരുന്നു. ഈ കുറ്റങ്ങളെല്ലാം നിഷേധിക്കുന്നതായിട്ടാണ് നിക്കോളാസ് മഡുറോ വ്യക്തമാക്കിയത്. താൻ ഇപ്പോഴും വെനസ്വേലയുടെ പ്രസിഡന്റ് തന്നെയാണ്, തന്നെ അനധികൃതമായി കടത്തിക്കൊണ്ടുവരികയാണ് എന്നുമാണ് ഇപ്പോൾ നിക്കോളാസ് മഡുറോ നിലവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് അഭിഭാഷകരെ ഉൾപ്പെടെ നിയോഗിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം തന്നെ കോടതിയിൽ തൻ്റെ നയം വ്യക്തമാക്കുകയായിരുന്നു. എന്തായാലും US തങ്ങളുടെ നിലപാടിൽ നിന്ന് മാറ്റമില്ല. അവർ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. എന്തായാലും നിലവിൽ ഇന്നലത്തെ വാദങ്ങൾ അതുപോലെ തന്നെ കോടതി നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കി അദ്ദേഹത്തെ വീണ്ടും ബ്രുക്ലിനിലെ ജയിലിലേക്ക് മാറ്റി. ഇനി വരുന്ന മാർച്ച് 17 ആയിരിക്കും വീണ്ടും മഡുറോയെ കോടതിയിൽ ഹാജരാക്കുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാവി എന്താണെന്ന് അറിയാൻ സാധിക്കും. ഇന്നലെ അതുപോലെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം നടന്നത് UN സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിലാണ്. ഇന്നലെ വെനസ്വേലയ്ക്കെതിരെ ഉണ്ടായിട്ടുള്ള നടപടിയെ തുടർന്ന് അടിയന്തരമായിട്ടാണ് ഇത്തരമൊരു സെക്യൂരിറ്റി കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടിയത്. ഈയൊരു യോഗത്തിൽ നിരവധി ലോകരാജ്യങ്ങൾ US നടപടിയെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തി. അതിൽ ചൈന, അതുപോലെ റഷ്യ, ബ്രസീൽ, ക്യൂബ, അതുപോലെ തന്നെ ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങി നിരവധി രാജ്യങ്ങൾ US നടപടിയെ ശക്തമായ ഭാഷയിൽ തന്നെ അപലപിച്ചു. അതിൽ ചൈനയും റഷ്യയും ഈ മഡുറോയെ എത്രയും വേഗം മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ UN സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള അന്റോണിയോ ഗുട്ടറസ് US നടപടിക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. US നടപടി അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ചുള്ളതല്ല. അതുപോലെ തന്നെ US-ന്റെ ഈ നീക്കം വെനസ്വേലയിലും അതുപോലെ തന്നെ മേഖലയിൽ ഒട്ടാകെയും അസ്ഥിരതയുണ്ടാക്കും എന്നുമാണ് അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത്. എന്നാൽ US പ്രതിനിധി ഈ വാദങ്ങളെയെല്ലാം പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണ്. മാത്രമല്ല UN-ന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് US-ന്റെ അംബാസഡറായിട്ടുള്ള മൈക്ക് വാൾട്സ് ഇന്നലെ UN സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഈ പറയുന്ന ഈ വെനസ്വേല എന്ന് പറയുന്ന രാജ്യം നിരവധി വർഷങ്ങളായി മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലാണ്. അതുപോലെ തന്നെ നിക്കോളാസ് മഡുറോ അദ്ദേഹം വർഷങ്ങളായി അവിടെയുള്ള ഇലക്ഷൻ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് അധികാരത്തിൽ കയറിയിരുന്നത്. 2019 മുതൽ തന്നെ US അദ്ദേഹത്തെ വെനസ്വേലയുടെ പ്രസിഡന്റായി അംഗീകരിച്ചിരുന്നില്ല. ഇത്തരത്തിൽ ഈ ഇലക്ഷൻ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഭരണത്തിൽ കയറിയ ആൾ കൂടിയാണ് നിക്കോളാസ് മഡുറോ. വെറുമൊരു മയക്കുമരുന്ന് കള്ളക്കടത്തുകാരൻ മാത്രമല്ല എന്നാണ് എന്തായാലും അമേരിക്കയുടേതായ ന്യായങ്ങൾ ഉണ്ടാകും ഈ വിഷയത്തിൽ. കാരണം നമുക്കറിയാം വെനസ്വേല, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്ക എപ്പോഴും ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ള രാജ്യങ്ങളാണ്. അവർക്കെതിരെ ഏകപക്ഷീയമായ ആക്രമണം എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് പണ്ട് മുതലേ. പക്ഷെ അപ്പോഴും ലോകത്തിനൊരു ക്രമമുണ്ട്. ഐക്യരാഷ്ട്രസഭ എന്ന ഒരു ലോകക്രമത്തിലുള്ള ഒരു സംഘടനയുണ്ട്. അതിന് ചില നിയമാവലികളുണ്ട്. സുരക്ഷാ കൗൺസിലിലും മറ്റും അമേരിക്ക അംഗമാണ്, വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ്. ഇതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളുടെ എല്ലാം എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ ഈ നീക്കം, പണ്ട് ലോക പോലീസ് എന്നൊക്കെ അമേരിക്ക അറിയപ്പെട്ടിരുന്നു. പിന്നീട് കുറച്ച് പ്രഭാവമൊക്കെ മങ്ങിയെങ്കിലും ഇപ്പോൾ വീണ്ടും ഈ ട്രംപിൻ്റെ ഒരു കരുത്തിൽ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഒരു അധികാര ഗർവിൽ
ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനെ ആശങ്കയോടെ തന്നെയല്ലേ ലോകം കാണുന്നത്? തീർച്ചയായിട്ടും മിക്ക രാജ്യങ്ങളും ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ബ്രിട്ടൻ അവിടുത്തെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് മറ്റ് അംഗങ്ങളോട് തൻ്റെ ഭരണപക്ഷത്തുള്ള പ്രതിപക്ഷത്തുള്ള എംപിമാരോട് വിഷയത്തെ അപലപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരിക ഉൾപ്പെടെ ചെയ്തിരുന്നു. മിക്ക ലോകരാജ്യങ്ങളും വിഷയത്തെ ശക്തമായി തന്നെ എതിർക്കുകയാണ്. പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. ഈയൊരു നടപടി ഇപ്പോൾ യു എന്നിൽ സെക്യൂരിറ്റി കൗൺസിലിൽ അതിൽ സ്ഥിര അംഗങ്ങളായിട്ടുള്ള ചൈനയും റഷ്യയും ഉൾപ്പെടെ രാജ്യങ്ങൾ വരെ US നടപടിയെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. നിക്കോളാസ് മഡുറോയെ എത്രയും വേഗം മോചിപ്പിക്കണമെന്ന് അവർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നു. എന്നാൽ US ഇതിൽ നിന്നും ഒട്ടും പിന്നോട്ടില്ല എന്നൊരു നിലപാടാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ US-ന്റെ ജനപ്രതിനിധികൾ പറയുന്ന കാര്യങ്ങൾ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. കാര്യം ട്രംപ് പറയുന്നത് ഇനി വെനസ്വേലയുടെ നിയന്ത്രണം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാൻ പോകുന്നത് തങ്ങളാണ്, അവിടെയുള്ള എണ്ണ കമ്പനികൾ നിയന്ത്രിക്കാൻ പോകുന്നത് തങ്ങളാണ് എന്നെല്ലാമാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ട്രംപിൻ്റെ തന്നെ അഡ്മിനിസ്ട്രേഷനിലുള്ള മറ്റ് ചില പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞത് വെനസ്വേലയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുക മാത്രമായിരുന്നു തങ്ങളുടെ ലക്ഷ്യം. അവിടെ ആ രാജ്യത്തെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുക അല്ലെങ്കിൽ അവിടെയുള്ള ഭരണം ഏറ്റെടുക്കുക അതല്ല തങ്ങളുടെ ഉദ്ദേശമെന്നാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത്തരത്തിൽ ഒരു വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് US ജനപ്രതിനിധികളുടെ തന്നെ ഒരു വാദമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വെനസ്വേലയിലുള്ള ഭരണകൂടവും അതിൻ്റെ ഒരു നിലപാടിൽ തന്നെയും ഇപ്പോൾ നിലവിലൊരു വ്യക്തത ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിലവിൽ ആക്ടിംഗ് പ്രസിഡന്റായി അധികാരത്തിൽ കയറിയിട്ടുള്ള ഡെൻസി റോഡ്രിഗോ അവർ ആദ്യം നടത്തിയിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് തങ്ങൾ യാതൊരു കോളനിവൽക്കരണത്തിനും നിന്നുകൊടുക്കില്ല, ഇപ്പോൾ US നടപടികളെ ശക്തമായി അപലപിക്കുന്നു, അതുപോലെ US-ന് ഒരിക്കലും വഴങ്ങില്ല എന്നുള്ള തരത്തിലായിരുന്നു ആദ്യത്തെ പ്രസ്താവന. എന്നാൽ കഴിഞ്ഞ ദിവസം ഉടനെ തന്നെ ഒരു U-ടേൺ എടുത്ത് US-മായി ചേർന്ന് ഒരു സഹകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിക്കോളാസ് മഡുറോ അദ്ദേഹത്തെ പുറത്തെത്തിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ രൂപീകരിച്ച് അന്വേഷണം ഉൾപ്പെടെ തുടങ്ങിയെങ്കിലും ഇപ്പോൾ US-മായി സഹകരിച്ച് മുന്നോട്ട് പോകും എന്നൊരു നിലപാടാണ് നിലവിൽ വെനസ്വേലയിലുള്ള ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ട്രംപ് കഴിഞ്ഞ ദിവസം വളരെ വലിയൊരു ഭീഷണി വീണ്ടും വെനസ്വേലയ്ക്കെതിരെ ഉന്നയിച്ചതെന്ന് പറഞ്ഞാൽ തങ്ങളുമായി സഹകരിച്ചില്ലെങ്കിൽ ഇപ്പോൾ റോഡ്രിഗോയ്ക്കും നിക്കോളാസ് മഡുറോയ്ക്കും ഉണ്ടായിട്ടുള്ള അതേ അനുഭവമാകും ഉണ്ടാകാൻ പോവുക എന്ന് ട്രംപ് പറയുകയുണ്ടായി. അതുപോലെ ട്രംപ് കഴിഞ്ഞ ദിവസം തൻ്റെ ഭീഷണി കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ക്യൂബ, അതുപോലെ തന്നെ ഗ്രീൻലാൻഡ്, പിന്നെ കൊളംബിയ തുടങ്ങി പല രാജ്യങ്ങൾക്കും വെനസ്വേലയുടെ അതേ ഗതിയാകും എന്നുള്ള തരത്തിലായിരുന്നു ട്രംപിൻ്റെ പ്രസ്താവന. എന്തായാലും ഈ ഒരു നിലയിൽ മറ്റ് ലോകരാജ്യങ്ങളും എന്തായാലും കരുതിയിരിക്കുകയാണ്. ഇറാൻ ഉൾപ്പെടെ US നടപടിയിൽ കടുത്ത ആശങ്കയിൽ തന്നെയാണ്. ഡെൻസി റോഡ്രിഗസ് ആദ്യം US-ന് വഴങ്ങില്ല എന്ന് പറയുന്നു. US കണ്ണുരുട്ടിയപ്പോൾ അവർ വീണ്ടും US-ന് അനുകൂലമായി അല്ലെങ്കിൽ US പറയുന്നതനുസരിച്ച് ഒരു ഉഭയകക്ഷി ബന്ധത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് തന്നെ വെനസ്വേലയുടെ ഒരു നയമാറ്റത്തിന് കാരണമായി മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അജയ്, ഈ റോഡ്രിഗസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് ഈ റോബർട്ട് മദൂറോയെ അമേരിക്ക തട്ടിക്കൊണ്ടുപോയപ്പോൾ അവിടെ ഒരു കൃത്യമായ ഡിഫൻസ് അവിടുത്തെ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ള ചില കാര്യങ്ങൾ കൂടി വിദേശ മാധ്യമങ്ങൾ, ഫോറിൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് ഈ റോഡ്രിഗസിൻ്റെ കൂടി സമ്മതം ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരുന്നോ എന്നതിൻ്റെ വ്യാഖ്യാനമാണെന്ന് തോന്നുന്നു. അത്തരം ചില പ്രചരണങ്ങൾ കൂടി നടക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? മഡ്യൂറോ അത്തരമൊരു ചതി ഭയക്കുന്നുണ്ടോ? ഇപ്പോൾ നിലവിൽ ഈ ഒരു സൈനിക നടപടി അത് തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള രീതിയിലായിരുന്നു ഉണ്ടായത്. പെട്ടെന്ന് ഒരു ദിവസം ആദ്യം ഒരു കരിങ്കടലിൽ വെച്ച് ഈ ഒരു വെനസ്വേലയുടെ ഒരു കപ്പലിനെ ആക്രമിച്ചുകൊണ്ടായിരുന്നു US-ന്റെ ഒരു നീക്കങ്ങളുടെ തുടക്കമെന്ന് പറയുന്നത്. അതിനെ തുടർന്നാണ് അപ്രതീക്ഷിതമായി അവരുടെ തലസ്ഥാനത്ത് ഒരു സൈനിക നടപടി ഉണ്ടായത്. അതും വളരെ പെട്ടെന്ന് തന്നെ അവിടേക്ക് കടന്നു കയറാനും അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരാനും സാധിച്ചു. ഇതിൽ തന്നെ നിരവധി അഭ്യൂഹങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിച്ചിരുന്നു. ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തടവിലാക്കാൻ കഴിഞ്ഞ ഒരു നീക്കം. അതുപോലെ തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒരു പ്രൊട്ടക്ഷനായി നിന്നിരുന്നത് പ്രൊട്ടക്ഷനായി നിൽക്കാൻ ക്യൂബ അവരുടെ സൈനികരെ ഉൾപ്പെടെ വിട്ടയച്ചിരുന്നു. അവരുടെ സൈനികരും അതുപോലെ തന്നെ മറ്റ് ഇൻ്റലിജൻസ് വിങ്ങിലുള്ള ഓഫീസേഴ്സും ഉൾപ്പെടെ 32 പേരോളം കൊല്ലപ്പെട്ടതായിട്ടാണ് ക്യൂബ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. US-ഉം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ക്യൂബയിലുള്ള നിരവധി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി
US-ഉം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ക്യൂബൻ സേനയും അതുപോലെ തന്നെ ഈ വെനസ്വേലയുടെ അവരുടെ ആഭ്യന്തര സേനയും രണ്ടുപേരും ഒന്നിച്ചിടപെട്ടിട്ട് പോലും US-നെതിരെ അവരുടെ നീക്കം അത് ചെറുക്കാനായില്ല എന്ന് പറയുന്നത് അത് വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ട്രംപ് പറഞ്ഞത് തങ്ങളുടെ ഹെലികോപ്റ്ററുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി, എന്നാൽ അതിനെയെല്ലാം പരാജയപ്പെടുത്താൻ തങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം കഴിഞ്ഞു എന്നതൊക്കെയാണ് ട്രംപ് നിലവിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം. എന്തായാലും ഇപ്പോൾ ഈ പിടികൂടി എന്തായാലും ഇപ്പോൾ നിലവിൽ ബ്രുക്ലിനിലെ ജയിലിൽ തന്നെ നിക്കോളാസ് മഡുറോ തുടരുകയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഭാവി ആ ജയിൽ തന്നെ വളരെയധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്ന നിരവധി അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള കൊടും കുറ്റവാളികൾ താമസിക്കുന്ന ജയിലാണ്. അവിടെ നിരവധി കുറ്റകൃത്യങ്ങളും ഉണ്ടാകാറുണ്ട്. ഹയസ്റ്റ് മോർട്ടാലിറ്റി റേറ്റിൽ എല്ലാം മുന്നിൽ നിൽക്കുന്ന ഒരു ജയിൽ തന്നെയാണ് US-ൽ തന്നെയുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരു ജയിൽവാസം അത് ഈ വിചാരണ നേരിട്ട് അതിനുശേഷം അദ്ദേഹം നേടാൻ പോകുന്ന നടപടിക്രമങ്ങളെക്കാൾ ഒരു ഭയാനകമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെയാണ് ഈ ജയിലിലുള്ള ഒരു വാസം എന്ന് പറയുന്നത്. എന്തായാലും ഇനി കേസിൻ്റെ വാദം അത് കുറച്ചുകൂടി നീട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് മാർച്ച് 17-ാം തീയതി ആയിരിക്കും അദ്ദേഹത്തെ ഇനി തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും വെനസ്വേലയിൽ അമേരിക്ക കാര്യങ്ങൾ ശക്തമാക്കുകയാണ്, കടുപ്പിക്കുകയാണ്, സംശയമില്ല. നിക്കോളാസ് മഡൂറോ എന്ന അവരുടെ പ്രസിഡന്റ് ഇപ്പോൾ അമേരിക്കയുടെ തടവറയിലാണ്, വാഷിംഗ്ടണിലെ ജയിലിലാണ്. വാഷിംഗ്ടൺ വളരെ പ്രധാനപ്പെട്ട കോടതിയിൽ വാഷിംഗ്ടണിൽ വിചാരണ നടപടികൾ നടക്കുകയാണ്. ഇനി 17-നാകും, മാർച്ച് 17-നാകും, അതായത് 3 മാസത്തിന് ശേഷമാകും കേസ് പരിഗണിക്കുക. അജയ് സുധാബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന വാർത്ത വരുന്നത് ഇറാനിൽ നിന്നാണ്. അവിടെ US ഇടപെടുമോ എന്നുള്ള ആശങ്ക ലോകരാജ്യങ്ങൾ പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. വെനസ്വേലയെ US ഏകപക്ഷീയമായി ആക്രമിച്ച ഒരു പശ്ചാത്തലമൊക്കെയാണ് ഇതിനാധാരമായി ഉള്ളത്. അവിടെ വലിയ പ്രതിഷേധം, ആഭ്യന്തര സംഘർഷമുണ്ട്. 17ഓളം മരണങ്ങളായി. തുടർച്ചയായി ഇത്തരം ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് പരാജയപ്പെടലുകൾ ഉണ്ടായാൽ ഇടപെടുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ട്രംപ് ഇത് ആവർത്തിക്കുന്നുണ്ട്. ഇറാനിലെ ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നാണ് എംബസി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എംബസിയുടെ നിർദ്ദേശങ്ങൾ ഉണ്ടാകും, അത് പാലിക്കണം എന്നുമുള്ള ആവശ്യം എംബസി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. MG മിഥുൻ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുന്, വെനസ്വേലയെ പോലെ ക്യൂബയെ പോലെ അമേരിക്ക ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന രാജ്യമാണ് ഇറാനും, സംശയമില്ല. നമുക്കറിയാം ഇറാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. അവിടുത്തെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനി വർഷങ്ങളായി അമേരിക്കയുടെ കണ്ണിലെ കരടാണ്. ഇസ്രായേലിൻ്റെയൊക്കെ സഹായം കുറച്ചുകൂടി എളുപ്പമാണ് അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാനും മറ്റും. അത്തരമൊരു സാധ്യത ഉണ്ടോ ഇപ്പോൾ? രജിത്ത്, അതിസങ്കീർണമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇറാൻ കടന്നു പോകുന്നു. അത്രത്തോളം വലിയ പ്രതിസന്ധിയിലേക്ക് രാജ്യം കടന്നു പോകുന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് പുറത്തു വരികയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് വെനസ്വേലയിൽ ഇങ്ങനൊരു ആക്രമണം US-ന്റെ ഭാഗത്തുനിന്നുണ്ടായത് വലിയ ആശങ്ക തന്നെയാണ് ഇറാനിലും ഉണ്ടായിരിക്കുന്നത്. അയത്തുള്ള ഖമേനി ഇത്തരത്തിലൊരു പക്ഷേ റഷ്യയിലേക്ക് തൻ്റെ താമസം മാറ്റിയേക്കാമെന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. കാരണം നമുക്കറിയാം മുൻകാലങ്ങളിലുമൊക്കെ സമാനമായ രീതിയിൽ ചില രാജ്യങ്ങളിലെ ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ പരമോന്നത നേതാവോ അല്ലെങ്കിൽ അതിൻ്റെ പ്രസിഡന്റും ഒക്കെ ഇങ്ങനെ രാജ്യം വിട്ടു പോകാറുള്ളത് പതിവാണ്. അതിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥാനം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച റഷ്യ തന്നെയാണ്. റഷ്യയിൽ ഒരു തരത്തിലും ഒരു ഫോഴ്സിനും കടന്നു ചെന്നുകൊണ്ട് അവരുടെ രാജ്യത്ത് കയറി ഒരു ഓപ്പറേഷൻ കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ച് അവിടെ ഒരു സുരക്ഷിത സ്ഥാനമായി അവർ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അയത്തുള്ള ഖമേനി ഇങ്ങനെ രാജ്യം വിട്ടു പോയേക്കാം എന്നുള്ള ചില അഭ്യൂഹങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതിനുള്ള സാധ്യത കൂടി അവർ മുന്നിൽ കാണുന്നത് ഇത്തരത്തിലൊരു ആക്രമണം വെനസ്വേലയിൽ ഉണ്ടായതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ഇസ്രായേലിൻ്റെ ഒരു കടന്നുകയറ്റം ഇറാനിലുണ്ടായ ആ സംഭവത്തിൽ പോലും ഈ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം തകർക്കുന്നതിന് വേണ്ടി B2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയ ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു മിന്നലാക്രമണം ഖമേനിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയാൽ അത് ഒട്ടും സംശയിക്കേണ്ടതില്ല. അങ്ങനെ ഒരു സംഭവവികാസങ്ങൾ ഉണ്ടായാൽ പോലും അത് ഒരു തരത്തിലും തന്നെ നമുക്ക് പ്രവചിക്കാനാവാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഇതൊക്കെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ തടയാനോ പര്യാപ്തമായിട്ടുള്ളതല്ല എന്നുള്ളത് തന്നെയാണ്. അവിടുത്തെ അതായത് ഫോഴ്സ് ഏറ്റവും അധികമുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയായാണ് ഇറാനെ കണക്കാക്കപ്പെടുന്നതെങ്കിൽ പോലും തന്നെ അവിടുത്തെ വ്യോമ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ വ്യോമയാന മേഖലയൊക്കെ വലിയ രീതിയിലുള്ള ഒരു മെച്ചപ്പെട്ട സംവിധാനമല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മിന്നലാക്രമണം ഉണ്ടായാൽ അതിനെ തടുക്കാനുമാകില്ല. ഒപ്പം തന്നെ ഖമേനിക്ക് ഇത്തരത്തിൽ പല കുറി അമേരിക്ക ഈ രീതിയിൽ ചില ആക്രമണങ്ങൾ നടത്തുമെന്നുള്ള
സൂചനകൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ, അതായത് അവിടുത്തെ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇനിയും തുടർന്നു പോയാൽ, ഇനിയും ആളുകൾ കൊല്ലപ്പെട്ടാൽ അതിന് തക്കതായ ശിക്ഷ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം കൂടി ട്രംപ് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്ന ഒരു സ്ഥിതിവിശേഷം, അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കം ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഈ ആഭ്യന്തര കലഹം അത് അതിരൂക്ഷമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായത് രാജ്യത്തെ 31 പ്രവിശ്യകളിൽ 26 പ്രവിശ്യകളിലും, അതായത് 23 പ്രവിശ്യകളിലും ഇതിനോടകം തന്നെ ഈ ഒരു കലാപം അതിരൂക്ഷമായിരിക്കുന്നു. പലയിടത്തും യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതും സ്വന്തം നാട്ടിലുള്ള ജനത അവിടുത്തെ IRGC കോപ്സുമായും ഒക്കെ ഏറ്റുമുട്ടുന്ന സ്ഥിതിവിശേഷം. ഇതിനോടകം തന്നെ 20 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 19 പേർ ഈ പ്രക്ഷോഭകാരികൾ ഉൾപ്പെട്ടവരാണ്. ഒരു സേനാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുള്ളത്. മറ്റു വിവരങ്ങളൊക്കെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. കൂടുതൽ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുന്നുള്ള ചില നിഗമനങ്ങൾ, അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ കുർദിഷ് ലോർ ന്യൂനപക്ഷ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണം രൂക്ഷമായിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പ്രവിശ്യയിൽ ഈ കുർദിഷ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. അത് ഈ ഖമനേയിക്ക് എതിരായിട്ടുള്ള വിഭാഗക്കാരാണ്. ഖമനേയുടെ എല്ലാ കാലത്തും ഖമനേയിക്ക് എതിർ സ്വരങ്ങൾ, അല്ലെങ്കിൽ അവർക്കെതിരെ ഖമനേയിയുടെ നയങ്ങൾക്കെതിരെയൊക്കെ എല്ലാ കാലത്തും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള വിഭാഗക്കാർ കൂടിയാണ് ഈ കുർദിഷ് വിഭാഗക്കാർ എന്ന് പറയുന്നത്. ആ പ്രവിശ്യയിലുള്ളവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യുദ്ധമുഖത്തിലുള്ളത്. എന്തായാലും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ 23 പ്രവിശ്യകളാണ് ഈ പ്രക്ഷോഭമുള്ളതെങ്കിൽ അത് വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ അത് മുഴുവൻ രാജ്യത്തുടനീളമായി വ്യാപിക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അസ്ഥിരതയാണ് അവിടെ, ആശങ്കകൾ ഒരുപാടുണ്ട് ഇറാനുമായി ബന്ധപ്പെട്ട്. മിഥുന്, അയത്തുള്ള ഖമേനി അടക്കം നാട് വിട്ടു പോകും, നാട് വിടാനുള്ള പദ്ധതികൾ തയ്യാറാകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഏത് നിമിഷവും അമേരിക്ക അറ്റാക്ക് ചെയ്തേക്കാം, സംശയമില്ല. അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. 20 അംഗ സംഘമാണ്, ഖൊമേനിയുടെ കുടുംബാംഗങ്ങളൊക്കെ 20 അംഗ സംഘമാണ് ഇതിനായി തയ്യാറെടുത്തിരിക്കുന്നത് എന്നുള്ള വിവരമാണ്. റഷ്യയുടെ സഹായമൊക്കെ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാകുന്നു. അത്തരം എന്തെങ്കിലും പുതിയ സൂചനകളുണ്ടോ? റഷ്യയെ സംബന്ധിച്ച് നമുക്കറിയാം, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഇത്തരത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതിൻ്റെ നടപടിയുടെ ഭാഗമായി റഷ്യ കൂടുതൽ ഇറാനുമായും ഒപ്പം തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളുമൊക്കെയായി കൈകോർക്കുന്നത് നമ്മൾ സമീപകാലത്ത് കണ്ടതാണ്. അതായത് പ്രത്യേകിച്ച് നമുക്കറിയാം, എല്ലാ കാലത്തും US-ൻ്റെ ഒരു പിന്തുണ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു, ഗൾഫ് കൺട്രീസിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇറാനിൽ ഇസ്രയേൽ നടത്തിയ സംഘർഷങ്ങളുടെ ഭാഗമായി പിന്നാലെ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഖത്തറിനെ ആക്രമിക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. അവിടെ US-ൻ്റെ പ്രധാന സൈനിക താവളമൊക്കെ ഉള്ള സാഹചര്യത്തിൽ പോലും ഇങ്ങനെ ഒരു ആക്രമണം നടന്നത് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകുന്നു. അവരുടെ US-ൻ്റെ പിന്തുണ ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ട്രംപിനെ മുന്നിൽ നിർത്തി ഇനി മുന്നോട്ട് പോയാൽ തങ്ങളുടെ രാജ്യങ്ങൾക്ക് മേലൊരു കടന്നുകയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള നീക്കങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് റഷ്യയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ സഹായ വാഗ്ദാനങ്ങൾ ഈ രാജ്യങ്ങൾക്ക് മേലുണ്ടായിരുന്നു. ഒപ്പം തന്നെ കൂടുതൽ കരാറുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ഇറാൻ തന്നെയാണ്. ഇറാനെ സംബന്ധിച്ചറിയാം, ഇറാനിൽ ഏറ്റവും കൂടുതൽ എണ്ണയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ഇന്ത്യയാണ്. അങ്ങനെ ഈ 3 രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു സാധ്യത, ഒപ്പം തന്നെ ഈ ഹോർമുസ് കടലിടുക്കിലടക്കം വലിയ സാധ്യത അല്ലെങ്കിൽ കൂടുതൽ സ്വാധീനമുള്ള രാജ്യം കൂടിയാണ് ഇറാൻ. അങ്ങനെ ഈ റഷ്യയെ സംബന്ധിച്ച് ഇറാനുമായി കൂടുന്നത്, ഇറാന് കൂടുതൽ സഹായ വാഗ്ദാനങ്ങൾ നൽകുന്നത് റഷ്യയെ സംബന്ധിച്ച് ഈ ഒരു ഘട്ടത്തിൽ വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നീക്കം, ഖമനേയിയുടെ ഭാഗത്തു നിന്ന് ഒരു രാജ്യം വിട്ടു പോകാനുള്ള ഒരു നീക്കം ഉണ്ടായാൽ പോലും അതിൽ കൂടുതൽ സംരക്ഷണം നൽകാൻ റഷ്യ തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് ഏറ്റവും ഉദാഹരണം കഴിഞ്ഞ വർഷം 2024-ൽ ഇത്തരത്തിൽ സിറിയയിൽ ആഭ്യന്തര കലാപം രൂക്ഷമായതിന് പിന്നാലെ ഇത്തരത്തിൽ അവിടുത്തെ പ്രസിഡന്റ് അവിടെ നിന്ന് റഷ്യയിലേക്ക് കടന്നു കളഞ്ഞിരുന്നു. അതായത് റഷ്യയിൽ താൻ സുരക്ഷിതമായിരിക്കും ഒരു വിശ്വാസം ഇവർക്കെല്ലാം തന്നെയുണ്ട്. പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിൽ ഒരു അഭയം പ്രാപിക്കുന്നതിനേക്കാൾ റഷ്യയിലേക്ക് എത്തിയാൽ അവിടെ മറ്റ് സേനാ വിഭാഗങ്ങൾക്ക് ഒരു തരത്തിലും അകലേക്ക് വരാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഈ വെനസ്വേലയിൽ ഡെൽറ്റ സംഘം നടത്തിയ ആ ഓപ്പറേഷൻ ഒരു തരത്തിലും റഷ്യയിൽ നടത്താൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഡെൽറ്റ ഏറ്റവും ഉയർന്ന ഫോഴ്സ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവർ റഷ്യയിലേക്ക് വന്നാൽ അവർ തിരിച്ചു പോകണമെന്ന് റഷ്യ തന്നെ തീരുമാനിക്കുമെന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഒരു സൈനിക നടപടിയും റഷ്യയ്ക്ക് മേൽ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് US-ഉം ഒപ്പം തന്നെ പാശ്ചാത്യ രാജ്യങ്ങളും ഉൾപ്പെടെ ഒരുമിച്ച് നിന്ന് യുക്രൈൻ്റെ ഈ സംഘർഷത്തിൽ യുക്രൈൻ്റെ പിന്നിൽ നിന്ന് നയിച്ചിട്ട് പോലും തന്നെ ഇതുവരെയും റഷ്യയെ തളർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അത്രത്തോളം ശക്തമായ രാജ്യമായ റഷ്യക്ക് ഉള്ളിൽ
കടന്നു എന്നുകൊണ്ട് മറ്റൊരു ആക്രമണം നടത്തിക്കൊണ്ട് തങ്ങളെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകാൻ ഒരു തരത്തിലും യുഎസിനാകില്ല എന്നുള്ള ഒരു വിശ്വാസം ഖമനേയിക്കടക്കമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 20-അംഗ സംഘം ഒരുപക്ഷെ ഉടനടി തന്നെ ഇത്തരത്തിൽ പലായനം ചെയ്യാനുള്ള ഒരു സാഹചര്യം. അങ്ങനെയെങ്കിൽ ഒരു അട്ടിമറി നീക്കം ഇറാനെ സംബന്ധിച്ചുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഖമനേയി ഭരണം അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യവുമായി വലിയ പ്രതിഷേധക്കാരൊക്കെ രംഗത്ത് നിൽക്കുന്നുണ്ട്. ഖമനേയിക്കെതിരെ വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഖമനേയിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. MG മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. നേരത്തെ നമ്മൾ 2 രാജ്യങ്ങളുടെ കാര്യങ്ങൾ ഇതിനകം തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിലൊന്ന് വെനസ്വേലയാണ്, 2 ഇറാൻ എന്ന പ്രധാനപ്പെട്ട രാജ്യം. അവിടെയും അവർക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇറാൻ ഭരണകൂടം ആശങ്കയിലാണ്. അങ്ങനെ ലോകരാജ്യങ്ങളിലൊക്കെ അമേരിക്ക ഇടപെടുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ ലോകക്രമത്തെ തന്നെ വല്ലാതെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാത്തിരുന്ന് കാണണം ഇനി എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ബംഗ്ലാദേശ് നമുക്കറിയാം, അവിടെ കഴിഞ്ഞ കുറേ നാളുകളായി ബംഗ്ലാദേശ് എന്ന രാജ്യം വലിയ അരക്ഷിതാവസ്ഥയിലാണ്. അവിടെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നേരെ, ന്യൂനപക്ഷ വിഭാഗമായ ഹിന്ദു സമുദായത്തിന് നേരെ വലിയ ആക്രമണങ്ങൾ നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത കാളിഗഞ്ചിൽ, അത് മധ്യ ബംഗ്ലാദേശിലെ ഒരു പ്രദേശമാണ്, അവിടെ ഹിന്ദു വിധവയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. 2 പേരാണ് 40-കാരിയെ ആക്രമിച്ചത്. ഇവരെ മരത്തിൽ കെട്ടിയിട്ടു, തുടർന്ന് മുടി മുറിച്ചു. അതിനുശേഷം ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും മറ്റും ചെയ്തു എന്നാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. ഒപ്പം മറ്റൊരു വാർത്ത വരുന്നത് ബംഗ്ലാദേശിലെ ജഷോർ ജില്ലയിൽ മറ്റൊരു ഹിന്ദു യുവാവിനെ പൊതുസ്ഥലത്ത് വെച്ച് വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ്. അരുവ ഗ്രാമത്തിലെ റാണ പ്രതാപാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ 2 മാസത്തിനുള്ളിൽ അവിടെ കൊല്ലപ്പെടുന്ന 5ാമത്തെ ഹിന്ദു യുവാവായി റാണ പ്രതാപ് മാറുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായി. നമുക്കിനി ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് വരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വാർത്തയില്ലാതെ നമുക്കൊരു വാർത്താ ബുള്ളറ്റിൻ അവസാനിപ്പിക്കാനാവില്ല. ഇന്നും ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, റിമാൻഡിൽ കഴിയുന്ന ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, ഒപ്പം തിരുവിതാംകൂറിൻ്റെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന A. പത്മകുമാറും നൽകിയ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. നിരപരാധിയാണെന്നും ശബരിമലയ്ക്ക് വലിയ തോതിൽ സംഭാവന നൽകുന്ന വ്യക്തിയാണെന്നുമാണ് ഗോവർദ്ധൻ ഹർജിയിൽ വാദിക്കുന്നത്. താൻ അറിയാതെ, താൻ ഒറ്റയ്ക്ക് ഇത്തരം കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നാണ് പത്മകുമാറിൻ്റെ ഒരു വാദം. അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ ജാമ്യാപേക്ഷയിൽ പൂർണ്ണമായും പത്മകുമാർ നിഷേധിക്കുന്നുണ്ട്. തനിക്ക് ജീവനക്കാരെ ജോലിയുടെ ഭാഗമായി നിയന്ത്രിക്കാനുള്ള ചുമതലയാണ് ഉണ്ടായിരുന്നതെന്നും ഒറ്റയ്ക്ക് ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നുമാണ് പത്മകുമാർ വാദിക്കുന്നത്. അത്തരത്തിൽ നിർണായകമായ ചില വാദങ്ങളുണ്ട് എങ്കിൽ പോലും കോടതിക്ക് ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്താൻ അന്വേഷണ സംഘത്തിനായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ചുള്ള തീരുമാനമായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. MG മിഥുൻ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുന്, ഇപ്പോൾ ഈ പത്മകുമാർ പറയുന്നത് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാനാവില്ല. നമുക്കറിയാം അതൊക്കെ ലക്ഷ്യം വെക്കുന്നത് ആരെയാണ് എന്ന് വളരെ കൃത്യമായി തന്നെ അറിയാം. ഇന്നലെയാണ് SIT ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. കൂടുതൽ സമയം നൽകിയിട്ടുണ്ട്. വേണമെങ്കിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. പത്മകുമാറിന് മറ്റും ജാമ്യം കിട്ടാനുള്ള സാധ്യത തുലവും വിരളമാണ് എന്നുള്ളതല്ലേ ഇതുവരെയുള്ള നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇത് തീർച്ചയായും, കാരണം കഴിഞ്ഞ ദിവസം ഈ ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തിയതുകൊണ്ട് തന്നെ ഇന്ന് A. പത്മകുമാറിൻ്റെയും ഒപ്പം തന്നെ ഈ ഗോവർദ്ധൻ്റെയും ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും അത് തള്ളാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കണക്കാക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇതുവരെയുള്ള ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഈ അന്വേഷണം അത് കൂടുതൽ സുതാര്യമാണ്. ഒപ്പം തന്നെ അവർ കൂടുതൽ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് കോടതി പോലും വിശ്വസിച്ച് അത് കൂടുതൽ അനുമതികൾ നൽകുന്നു. അതായത് ഇനി ഏകദേശം 2 ആഴ്ച മാത്രമായിരുന്നു കാലാവധി ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ 6 ആഴ്ചയായി കൂടുതൽ സമയം അനുവദിച്ചു നൽകുന്നു. കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. അതൊക്കെ കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാമെങ്കിൽ വിപുലീകരിക്കാം, പക്ഷേ അത് കോടതി അറിയിച്ചു വേണം. മറ്റു വിമർശനങ്ങൾ ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ല. ഒരു തരത്തിലുമുള്ള ബാഹ്യ സമ്മർദ്ദം SITക്ക് മേൽ ചുമത്താൻ പാടില്ല. ചില സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് SITക്ക് മേൽ SITയെ കരുതൽ നിർത്തുന്ന രീതിയിൽ ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ SITയെ സംബന്ധിച്ച് അത് ആ സംഘത്തെ രൂപീകരിച്ചത്, ഉയർന്ന ഉദ്യോഗസ്ഥരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിച്ചത് ഹൈക്കോടതിയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ മാത്രം അവർ ഇക്കാര്യങ്ങൾ ബോധിപ്പിച്ചാൽ മതി. മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു കാര്യവും ബോധിപ്പിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്ന രീതിയിൽ കോടതി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഇനി 4 ഘട്ടങ്ങളായി ഈ ഒരു അന്വേഷണം വിപുലപ്പെടുത്തണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതി മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഒന്ന് എന്ന് പറയുന്നത് ഈ 1998 UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 1ാം ഘട്ടത്തിൽ പരിശോധിക്കേണ്ടത്. 2ാം ഘട്ടത്തിൽ 2019 ശ്രീകോവിൽ
ശ്രീകോവിലെ കട്ടിളപ്പാളി അഴിച്ചെടുത്ത് സ്വർണം പൂശാൻ കൊണ്ടുപോയത് രണ്ടാം ഘട്ടം എന്ന രീതിയിൽ പരിശോധിക്കണം. മൂന്നാമതായി ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ച് സ്വർണം പൂശിയതും മായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മൂന്നാമതായി പരിശോധിക്കണം. നാലാം ഘട്ടത്തിൽ 2025 ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഈ 4 ഘട്ടങ്ങളായി ഇതിൻ്റെ അന്വേഷണം വിപുലപ്പെടുത്തണം. അതിനുവേണ്ടി ഏത് അറ്റം വരെ പോവുകയും ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ഈ VSSCയിൽ ഈ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന നടക്കുന്നുണ്ട്. ഈ ശാസ്ത്രീയ പരിശോധനയിൽ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമാകുമെന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഫലങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഏകദേശം 8 പേർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കോടതിയെ കൃത്യമായി SIT അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 181 പേരെ ഇതിനോടകം ഈ കേസിന്റെ ഭാഗമായി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ ഈ ഇടക്കാല റിപ്പോർട്ടിൽ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ കൃത്യമായി SIT തന്നെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ തുടർ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ സമയം അനുവദിച്ച് നൽകിയിരിക്കുന്നത്. കൂടുതൽ പേരെ ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമാക്കാമെന്നുള്ള ഒരു തീരുമാനം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ഗോവർദ്ധൻ നൽകിയ ജാമ്യാപേക്ഷയിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് രഞ്ജിത്ത്. അതായത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് താൻ ഒരു അയ്യപ്പ ഭക്തനാണ്. താൻ ഏറെക്കാലമായി ശബരിമലയിൽ മലചവിട്ടുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈ തൻ്റെ ഈ കാലയളവിലെല്ലാം ഏകദേശം 1.5 കോടിയോളം രൂപയുടെ സാധനങ്ങൾ, അതായത് വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉൾപ്പെടെ താൻ ശബരിമലയ്ക്കായി നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2020 താൻ 10 പവന്റെ സ്വർണ്ണമാല നൽകിയിട്ടുണ്ടായിരുന്നു. ഈ 10 പവൻ വരുന്ന ഈ സ്വർണം അത് എങ്ങോട്ട് പോയി, അല്ലെങ്കിൽ അവയൊക്കെ ഈ മഹസൽ രേഖപ്പെടുത്തേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടപടിക്രമങ്ങൾ പാലിക്കാതെ അവ ഒന്നും തന്നെ രേഖപ്പെടുത്താതെ പോയ ഒരു പശ്ചാത്തലം. അത് മാളികപ്പുറത്തിന് മുന്നിലാണ് ഈ ഒരു പശ്ചാത്താപം എന്ന രീതിയിൽ താൻ ഈ ഒരു സ്വർണം നൽകിയത്. ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ നൽകുമ്പോൾ സ്വാഭാവികമായും ഈ ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. മഹസൽ രേഖപ്പെടുത്തണം. ഒപ്പം തന്നെ അത് പിന്നീട് തിരുവാഭരണ കമ്മീഷന് കൈമാറണം. അത് ലോക്കറിലേക്ക് മാറ്റണമെങ്കിൽ അത് ലോക്കറിലേക്ക് മാറ്റുക എന്നുള്ളതാണ് മറ്റൊരു നടപടിക്രമം എന്ന് പറയുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ 1.5 കോടി രൂപയോടെ വരുന്ന സാമഗ്രികൾ താൻ നൽകി എന്ന് പറയുന്നതിൻ്റെ ചില തെളിവുകളും ഹൈക്കോടതിയിൽ ഗോവർദ്ധൻ നൽകിയ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് സ്വാഭാവികമായും കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ ഇക്കാര്യങ്ങൾ കോടതി വിശ്വാസത്തിലെടുക്കുമോ, ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയിൽ ഏതെങ്കിലും തരത്തിലൊരു നീക്കുപോക്ക് ഉണ്ടാകുമോ എന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും A. പത്മകുമാറിനെ സംബന്ധിച്ച് സാധ്യതകൾ വളരെ വിരളമാണ് എന്നുള്ളതാണ്. A. പത്മകുമാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താൻ ഈ കേസിൽ തനിക്കെതിരെ ഉയർന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്നു. ഒരു കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് താൻ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. ഒറ്റയ്ക്ക് സ്വന്തം നിലയ്ക്ക് ഒരു തരത്തിലുമുള്ള തീരുമാനങ്ങൾ തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന രീതിയിലുള്ള വാദങ്ങളാണ് ഹർജിയിൽ ഈ മുൻകൂർ അതായത് ഈ ജാമ്യ ഹർജിയിൽ A. പത്മകുമാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ഇന്ന് എന്ത് നിലപാട് സ്വീകരിക്കും, ഇവർക്ക് ജാമ്യം നൽകുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതിയിലെ ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇവർക്ക് ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും ഇവർ ജാമ്യാപേക്ഷ തള്ളാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും A. പത്മകുമാറിൻ്റെയും ഗോവർദ്ധൻ്റെയും ജാമ്യാപേക്ഷകളാണ് ഇന്ന് പരിഗണിക്കുന്നത്. രണ്ടുപേർക്കും പ്രധാനപ്പെട്ട ചില വാദമോഹങ്ങളുണ്ട്. അതിലൊന്ന്, പത്മകുമാർ പറയുന്നത് തനിക്ക് ജീവനക്കാരെ നിയന്ത്രിക്കാനുള്ള അധികാരം മാത്രമാണ് ഉണ്ടായിരുന്നത്. താൻ അറിയാതെ താൻ ഒറ്റയ്ക്കൊരു തീരുമാനം തനിക്ക് എടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല എന്നുള്ള വാദമാണ്. മറ്റൊന്ന്, ഗോവർദ്ധൻ പറയുന്നത് 1.5 കോടി രൂപയോളം ഗോവർദ്ധൻ ശബരിമല ക്ഷേത്രത്തിനായി സംഭാവന നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരാൾ എങ്ങനെ ഇത്തരമൊരു തട്ടിപ്പിന് നിൽക്കും, തനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഗോവർദ്ധൻ്റെ വാദം. ഇത് രണ്ടും കോടതി മുഖവിലേക്ക് എടുക്കുമോ എന്ന കാര്യം ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ അത് രാഹുൽ ഈശ്വറുമായി ബന്ധപ്പെട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ അതിജീവിതയെ അപമാനിച്ചെന്ന പരാതിയിൽ രാഹുൽ ഈശ്വർ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ വരികയാണ്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടില്ലെന്നും വസ്തുത മാത്രമാണ് പറഞ്ഞതെന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. യൂട്യൂബ് ചാനലിൽ തന്റെ വീക്ഷണമാണ് പറയുന്നത്. പരാതിക്കാരെ അപമാനിച്ചിട്ടില്ലെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. വിഷയത്തിൽ കോടതി സർക്കാർ നിലപാട് തേടും. വയർ ശരീരത്തിൽ കുടുങ്ങിയ സംഭവത്തിൽ സുമയ്യ ഇന്ന് കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. സർക്കാർ ജോലിയും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുമയ്യ വഞ്ചിയൂർ കോടതിയെ സമീപിക്കുന്നത്. ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് ആരോഗ്യമന്ത്രി തന്നെ തുറന്ന് സമ്മതിച്ചിട്ടും തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് സുമയ്യ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. സിറോ മലബാർ സഭയുടെ സിനഡ് സമ്മേളനത്തിന് തുടക്കം. സഭാസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിലാണ് സിനഡ് ഇന്ന് ആരംഭിക്കുക. കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട് സഭയിലുണ്ടായ തർക്കവും
പിന്നീട് നടപ്പിലാക്കിയ സമവായ നിർദ്ദേശങ്ങളുടെ പുരോഗതിയും മെത്രാൻ സിനഡിന്റെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി സമ്മേളനത്തെ അറിയിക്കും. നാളെ രാവിലെ 9 മണിക്ക് സിറോ മലബാർ സഭ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്തും. യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂരിൽ SNDP പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് സമ്മാനം പ്രഖ്യാപിച്ചതിനെതിരെയായിരുന്നു പ്രതിഷേധം. ചുങ്കത്തറ കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പെട്രോൾ പമ്പ് ജംഗ്ഷനിലാണ് അവസാനിച്ചത്. തുടർന്ന് നടന്ന പൊതുയോഗം SNDP യോഗം നിലമ്പൂർ യൂണിയൻ പ്രസിഡന്റ് VP സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ചെല്ലാനം ഹാർബറിൽ വൻ തീപിടുത്തമുണ്ടായി. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് അപകടമുണ്ടായത്. ഫൈബർ വള്ളങ്ങൾ കത്തി നശിച്ചു. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പിനു കൂടി സാക്ഷ്യം വഹിക്കുകയാണ് തലസ്ഥാന നഗരം. 3 മുന്നണികൾക്കും ഏറെ നിർണായകമായ തിരുവനന്തപുരം നഗരസഭയിലെ വിഴിഞ്ഞം വാർഡ്. അവിടെ ഉപതെരഞ്ഞെടുപ്പിന് ഇനി 6 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. വിഴിഞ്ഞം വാർഡിനെ കൂടി ജയിച്ച് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 51 സീറ്റിലെത്താനാണ് BJPയുടെ ശ്രമം. ഏതു വിധേനയും വാർഡ് നിലനിർത്താൻ LDFും പിടിച്ചെടുക്കാൻ UDFും എല്ലാ അടവും പയറ്റുകയാണ്. 2 മുന്നണികൾക്കും വിമത ശല്യങ്ങളുമുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്ന ജസ്റ്റിൻ ഫ്രാൻസിസ് അപകടത്തിൽപ്പെട്ട് മരിച്ചതോടെയാണ് വിഴിഞ്ഞത്ത് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. എല്ലാ വാർഡുകൾക്കുമൊപ്പം തെരഞ്ഞെടുപ്പ് നടന്നിരുന്നുവെങ്കിൽ 101 വാർഡുകളിൽ 1 മാത്രമായി മാറുമായിരുന്നു വിഴിഞ്ഞവും. പക്ഷേ ഇപ്പോൾ പൊന്നും വിലയുള്ള വാർഡായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞു. വിഴിഞ്ഞം കൂടി ജയിക്കാനായാൽ 51 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് BJPക്ക് എത്താം. ആത്മവിശ്വാസത്തോടെ 5 വർഷം ഭരിക്കാം. അതുണ്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് BJPയുടെ പ്രചരണം. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. വിജയം സുനിശ്ചിതമാണെന്നാണ് എൻ്റെ ഒരു 100% എൻ്റെ വിശ്വാസം. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ മാറ്റത്തിന് വേണ്ടി എല്ലാവരും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. BJPക്ക് അനുകൂല ഘടകമെന്ന് വെച്ചാൽ വികസനം എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് എത്തിയിട്ടില്ല. അപ്പോൾ വികസനം കൊണ്ടുവരും. BJP ഇവിടെ ഞാൻ BJP സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ജയിച്ചു പോയാൽ ഇവിടെ നമ്മുടെ വാർഡിൽ വികസനം കൊണ്ടുവരും എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും പാർട്ടിക്ക് വോട്ട് ചെയ്യും എന്നെനിക്ക് വിശ്വസിക്കുന്നു. വെങ്ങാനൂർ വിഴിഞ്ഞം വാർഡുകൾ വിഭജിച്ചാണ് പുതിയ വാർഡ് രൂപീകരിച്ചത്. 2 ഇടതുമുന്നണി ജയിച്ച വാർഡുകൾ. നഗരഭരണം നഷ്ടപ്പെട്ട CPMന് വിഴിഞ്ഞത്ത് വിജയം അനിവാര്യം. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ കാലങ്ങളിൽ നേടിയ വിജയം ഈ വർഷവും ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും. അതിനുവേണ്ടി ജനങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നഗരസഭാ ഭരണമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ശേഷമാണ് ഈ ഇലക്ഷൻ വരുന്നത്. അപ്പൊ അതുപോലെ ജനങ്ങളെ ബാധിക്കും. അങ്ങനെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചിന്ത ജനങ്ങൾക്കില്ല. ഞാൻ കഴിഞ്ഞ 2000-2005 കാലഘട്ടത്ത് വിഴിഞ്ഞം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയും ഈ പ്രദേശത്തെ ജനങ്ങളെ എനിക്ക് നേരിട്ടറിയാവുന്നതും എന്നെ നേരിട്ടറിയാവുന്ന ജനങ്ങളുള്ള ഒരു പ്രദേശമാണ്. അവരെ തീർച്ചയായും എനിക്ക് വോട്ട് നൽകി വിജയിപ്പിക്കും എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നഗരസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച UDF പ്രതീക്ഷയിലാണ്. കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന വാർഡ് പിടിച്ചെടുക്കുമെന്ന സ്ഥാനാർത്ഥി. പൂർണ്ണമായിട്ടും 100% ആത്മവിശ്വാസത്തോടെയാണ് നിൽക്കുന്നത്. UDF തീർച്ചയായിട്ടും ഈ വാർഡ് തിരിച്ചു പിടിച്ചിരിക്കും എന്നുള്ള 100% ആത്മവിശ്വാസത്തിലാണ്. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് മതേതരത്തിന്റെ ഇത്തില്ലമായ വിഴിഞ്ഞത്ത് വർഗീയ ചേരിക്ക് ശക്തി പകരുന്ന ഒന്നും സംഭവിക്കില്ല എന്നുള്ള 100% വിശ്വാസമുണ്ട്. അതുകൂടാതെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ട
പിണറായി വിജയന്റെ സർക്കാരിനെതിരെയുള്ള അതിശക്തമായ ഒരു വികാരം വിഴിഞ്ഞത്ത്, കേരളത്തിൽ എന്ന പോലെ വിഴിഞ്ഞത്ത് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ 100% കടുത്ത ഇടതുപക്ഷ വിശ്വാസികൾ പോലും കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDF-ലേക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു വാർഡിൽ മാത്രം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ 3 മുന്നണികളും സർവ്വശക്തി ഉപയോഗിച്ച് പ്രചരണം നടത്തുകയാണ്. CPM-ന് മുൻ കൗൺസിലറുടെ വിമത ഭീഷണിയുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയും UDF-ന് ഭീഷണി ഉയർത്തുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. KV സുജാത ടീച്ചർ വീണ്ടും അധ്യാപക ജീവിതത്തിലേക്ക്. 5 വർഷം മുൻപുള്ള പണിയിറക്കത്തിന് ശേഷം കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ ടീച്ചർക്ക് സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും ചേർന്ന് ഹൃദ്യമായ സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ പദവിയിലെത്തിയതിനെ തുടർന്നാണ് ടീച്ചർ നീണ്ട അവധിയിൽ പ്രവേശിച്ചത്. രണ്ടായിരത്തി 2021 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിയാമ്പൂരിൽ നിന്നും മത്സരിച്ച് വിജയിച്ച് കാഞ്ഞങ്ങാട് നഗരസഭ അധ്യക്ഷയായി തെരഞ്ഞെടുത്തതിന്റെ ഭാഗമായാണ് ടീച്ചർ അധ്യാപക ജീവിതത്തിൽ 5 വർഷം ഇടവേള നൽകിയത്. അധ്യക്ഷ പദവി ഒഴിഞ്ഞതോടെ സ്കൂളിലേക്ക് തിരിച്ചെത്തിയ ടീച്ചർക്ക് PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. 5 വർഷത്തിനിടയിൽ നഗരസഭയിൽ അടിസ്ഥാന മേഖലയിൽ ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നിരവധി പുരസ്കാരങ്ങളും നേടാനായിട്ടുണ്ട്. 1993 സുജാത ടീച്ചർ തന്റെ അധ്യാപന ജീവിതം ആരംഭിക്കുന്നത്. സാമൂഹ്യശാസ്ത്ര അധ്യാപികയായി ടീച്ചർ ആദ്യകാലം പ്രൈമറി വിഭാഗത്തിലും പിന്നീട് ഹൈസ്കൂൾ വിഭാഗത്തിലും പ്രവർത്തിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ ചെയർപേഴ്സൺ പദവിക്ക് ശേഷം എന്റെ മാതൃസ്ഥാപനമായിട്ടുള്ള ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഞാൻ ഏറ്റവും ആസ്വദിച്ച് ചെയ്ത ഒരു പ്രവൃത്തി എന്നുള്ള രൂപത്തിൽ അധ്യാപനത്തെ അതിന്റെ എല്ലാ മഹത്വത്തോടും കൂടി കാണാനാണ് ആഗ്രഹിക്കുന്നത്. കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം സ്നേഹം മാത്രമാണ് ഞങ്ങൾക്ക് എന്നും അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അവരുടെ ജീവിതവുമായി എല്ലാ തരത്തിലും ബന്ധപ്പെട്ട് നിൽക്കാൻ എല്ലാ സമയത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചെയർപേഴ്സൺ ആയിരിക്കുമ്പോഴും എൻ്റെ കുട്ടികളായാലും ആ കുട്ടികളുടെ രക്ഷിതാക്കളായാലും ഒക്കെ തന്നെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള പരിഗണന ഓരോ സമയത്തും തന്നിട്ടുണ്ട്. നിരവധി ശിഷ്യസമ്പത്തുള്ള ടീച്ചർ അധ്യാപക പ്രസ്ഥാനമായ KSTയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചുകൊണ്ടാണ് വീണ്ടും അധ്യാപക ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കൂടിയാണ് സുജാത ടീച്ചർ. മുൻ എക്സൈസ് ഓഫീസർ V കുഞ്ഞമ്പുവാണ് ഭർത്താവ്. അശ്വിൻ, അശ്വേത എന്നിവർ മക്കളാണ്. ന്യൂസ് 18 കാസർഗോഡ്. ശബരിമല സന്നിധാനത്തേക്ക് തീർത്ഥാടക പ്രവാഹം. 1,05,650 തീർത്ഥാടകർ ഇന്നലെ മാത്രം ദർശനം നടത്തി. മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്ന ശേഷമുള്ള ഏറ്റവും വലിയ തിരക്കാണ് ഇന്നലെ അനുഭവപ്പെട്ടത്. ഇന്നും സന്നിധാനം വരെ നിയന്ത്രണങ്ങളോടെയാണ് തീർത്ഥാടകരെ പ്രവേശിപ്പിക്കുക. ശബരിമല സന്നിധാനത്ത് മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഏറ്റവും തിരക്ക് അനുഭവപ്പെട്ട ദിവസമായിരുന്നു ഇന്നലെ. 1,05,680 തീർത്ഥാടകർ ഇന്നലെ സന്നിധാനത്തെത്തിയെന്നാണ് പോലീസിന്റെ കണക്കുകൾ. ഇന്നും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പമ്പയിൽ നിന്ന് തന്നെ നിയന്ത്രണങ്ങൾ തീർത്ഥാടകർക്ക് ഏർപ്പെടുത്തുന്നുണ്ട്. പമ്പയിൽ ഇതിനോടകം തന്നെ തീർത്ഥാടകരുടെ കാത്തുനിൽക്കുന്നവരുടെ വരി 10 സെഗ്മെന്റായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. 15-20 മിനിറ്റിന്റെ ഇടവേളയിലാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. ശബരി പീഠം മുതൽ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പമ്പ മുതൽ സന്നിധാനം വരെയുള്ള യാത്രയിൽ ശബരി പീഠത്തിന്റെ ഭാഗത്തു നിന്നും തിരക്ക് ആരംഭിക്കുകയാണ്. അവിടെ നിന്നും കൃത്യമായ ഇടവേളകളിൽ മാത്രമേ സന്നിധാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. അതായത് 8 മണിക്കൂർ വരെ കാത്തു നിൽക്കേണ്ട സാഹചര്യം നിലവിൽ സന്നിധാനത്തുണ്ട് എന്ന് തന്നെയാണ് ഈ തിരക്ക് സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ സമാനമായ ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലാണ് അധികൃതർക്കുള്ളത്. കഴിഞ്ഞ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ 1,00,000-നടുത്തും 1,00,000-ന് മുകളിലും തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. ഈ മകരവിളക്ക് തീർത്ഥാടനത്തിന് നട തുറന്നതിന് ശേഷം ഈ ദിവസങ്ങളിൽ ഏകദേശം 6.25 ലക്ഷത്തോളം തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ സമാനമായ ഒരു സാഹചര്യം തന്നെയാകും ഉണ്ടാവുക. അത് മുന്നിൽ കണ്ട് കൂടുതൽ പോലീസിനെയും RAF-നെയും ഒക്കെ വിന്യസിക്കുന്ന നടപടികളും ആരംഭിക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ഈ ഒരു മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ കാര്യങ്ങൾ വിലയിരുത്താനുള്ള അവലോകന യോഗവും ചേരും. എന്നാണെങ്കിലും വലിയ തിരക്ക് സന്നിധാനത്ത് തുടരുകയാണ്. പമ്പ മുതൽ സന്നിധാനം വരെ എത്തിച്ചേരുവാൻ 7-8 മണിക്കൂർ എടുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.
സന്നിധാനത്ത് എത്തുന്ന തീർത്ഥാടകർ പോകാതെ തമ്പടിച്ച് ഇവിടെ തന്നെ നിൽക്കുന്നതും ഈ തിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നെന്ന് പോലീസ് പറയുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ കയറുന്നവർ രാവിലെ നെയ്യഭിഷേകവും ദർശനവും കഴിഞ്ഞ് വളരെ വൈകിയാണ് ഇവിടെ മലയിറങ്ങുക. ഒരുപക്ഷെ ഈ വരുന്നവരിൽ പലരും ഇവിടെ തമ്പടിക്കുന്നുണ്ട് മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകൾക്കും മറ്റുമായിട്ട്. അതുകൊണ്ട് തന്നെ സന്നിധാനത്ത് തിരക്ക് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. സന്നിധാനത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. ശബരിമല സന്നിധാനത്ത് ജോലിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ജയൻ KK ആണ് മരിച്ചത്. സന്നിധാനം വടക്കേ നട ഭാഗത്ത് ജോലി നോക്കി വന്നിരുന്ന ഇദ്ദേഹത്തെ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് സന്നിധാനം ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. തുടർന്ന് പമ്പ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രാത്രി 1 മണിയോടെ മരണം സംഭവിച്ചു. കോതമംഗലം കുട്ടമ്പുഴ സ്വദേശിയാണ് ജയൻ. ഇടുക്കിയിലെ അന്യാർത്തുളു കമ്പംമെട്ട് പാതയിൽ വാഹന അപകടങ്ങൾ പതിവാകുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണവും സൂചനാ ബോർഡുകളുടെ അഭാവവുമാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് ആരോപണം. അന്തർ സംസ്ഥാന പാതയിൽ അന്യാർത്തുളുവിന് സമീപത്തെ കൊടുംവളവിലും പാലത്തിന് സമീപത്തുമാണ് വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നത്. റോഡ് പുനർനിർമ്മിച്ച ശേഷം ഇരുഭാഗത്തുമായി 15ലധികം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പതിച്ച് നിരവധി പേർക്കാണ് പരിക്കേറ്റത്. കൊടുംവളവുകളിലെ അപകട സാധ്യത വിവരിക്കുന്ന സൂചനാ ബോർഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. വേഗത നിയന്ത്രിക്കുന്നതിനായി ഹമ്പുകളുമില്ല. റോഡിന് സമീപം ക്രാഷ് ബാരിയറുകളും ഒരുക്കിയിട്ടില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പണി കഴിപ്പിച്ചത് മുതൽ നിരവധിയായ അപകടങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ അന്യാതുളിൽ നിന്ന് ഇറങ്ങി വരുന്ന വലിയ ഒരു വളവിൻ്റെ അവിടെയും അതുപോലെ തന്നെ താഴെ പണിതിട്ടുള്ള പാലത്തിൻ്റെ അവിടെയും നിലവിൽ 2 സൈഡിലുമായി ഒരു 16ഓളം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. ഭാഗ്യവശാൽ ഇതുവരെ മരണം മറ്റുള്ള റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിരവധിയായ പ്രശ്നങ്ങൾ ആക്സിഡന്റുകൾ സംഭവിച്ചു. അപ്പോൾ അന്നു മുതൽ ഇന്നുവരെ ആ അശാസ്ത്രീയമായ പണിയെ സംബന്ധിച്ച് PWDയിലും അധികാരികളെയും ഒക്കെ പലവട്ടം അറിയിച്ചിട്ടും ഇന്ന് വരെ അതിനുള്ള നടപടി ഉണ്ടായിട്ടില്ല. റോഡിന്റെ നിർമ്മാണ കാലയളവിൽ നാട്ടുകാർ അപകട സാധ്യത ചൂണ്ടിക്കാട്ടിയിരുന്നു. വളവുകൾ ഒഴിവാക്കി റോഡ് നിർമ്മിക്കാൻ ഭൂമി വിട്ടു നൽകാമെന്ന് നാട്ടുകാർ ഉറപ്പു നൽകിയിട്ടും അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. മേഖലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി അപകട സാധ്യതകൾ കുറയ്ക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. നമ്മുടെ സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകണം. കൊല്ലം പള്ളിമുക്ക് സ്വദേശികളായ ഷർബിയുടെയും ഭീമയുടെയും മകൻ ദീൻ S താജിന്റെ ജന്മദിനമാണെന്ന് ആശംസകൾ നേരുന്നത് സഹോദരി ദുവ. ഇതോടെ രാവിലെ പൂർണ്ണമാകാനുള്ള സമയമായി. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. വാർത്തകൾ ന്യൂസ് 18 തുടരും. നമസ്കാരം.